Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumod and welcome to YBB. മാർച്ചിലെ YBB ആണ് യുവർ ബഡ്ജറ്റ് ബിൽഡ് സെഗ്മെന്റ്. സോ നമ്മൾ ലാസ്റ്റ് YBB വീഡിയോയിൽ ചെയ്തത് 60,000 വരെയുള്ള ബിൽഡ്സിന്റെ റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. സ്റ്റാർട്ടിംഗ് ഫ്രം ഒരു 30 തൊട്ടൊരു 60 വരെ പറഞ്ഞു. എന്തായാലും നമുക്ക് മൂവിംഗ് ഫോർവേഡ് 60 തൊട്ടൊരു 1 lakh റേഞ്ചിൽ വരുന്ന കുറച്ച് ബിൽഡ്സിന്റെ സ്പെസിഫിക്കേഷൻസും റെക്കമെൻഡേഷൻസും ആയിരിക്കും ഞാൻ പറയുന്നത്. സോ തുടങ്ങാം. സോ ഫസ്റ്റ്ലി ഒരു കാര്യം പറയാനുള്ളത്, പുതിയ ബിൽഡ്സിൻ്റെയാണ് ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നത്. യൂസ്ഡ് GPUസിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് യൂസ്ഡ് GPUs ഇപ്പം വാറണ്ടി കുറഞ്ഞു വരുവാണ്. 30 സീരീസ് ഒക്കെ ഓൾമോസ്റ്റ് ഡെഡ് ആണ്. 30 സീരീസ് ഒക്കെ യൂസ്ഡ് മാർക്കറ്റിൽ ഇപ്പം വാറണ്ടി ഇല്ലാത്തതാണ് വരുന്നത്. 1 month ടെസ്റ്റിംഗ് വാറണ്ടിയിലൊക്കെയാണ് വരുന്നത്. 40 സീരീസിൻ്റെയും അൺഫോർച്ചുനേറ്റ്ലി യൂസ്ഡ് അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല. ബിക്കോസ് 50 സീരീസിൻ്റെ പ്രൈസ് ഹൈക്കും ആൻഡ് 40 സീരീസിൻ്റെ പ്രൈസ് ജമ്പും കാരണം തന്നെ 40 സീരീസിൻ്റെ അധികം യൂസ്ഡ് ഇപ്പോൾ കാണുന്നില്ല. റെയർലി വരുന്നുണ്ട്, പക്ഷേ പ്രൈസസ് അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സോ എന്തായാലും യൂസ്ഡ് വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇതനുസരിച്ച് ഡിസ്ക്രിപ്ഷനിൽ ജോയ്സ്റ്റിക് അല്ലെങ്കിൽ IT ഹട്ടിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് യൂസ്ഡ് GPUs ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വാറണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത് ഇപ്പം കംപ്ലീറ്റ്ലി പുതിയ ഗ്രാഫിക്സ് കാർഡ്സ് പുതിയ പാർട്സിൻ്റെ ആണ്. സോ ആ റേഞ്ചിൽ നമുക്ക് 60,000 സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ 60,000 റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെക്ക് നോക്കാം. Ryzen 5 5600 GB B450 DS3H ആണ് ബോർഡ്. ഓഫ് കോഴ്സ് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് B450 വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട്, ഒരു 2,000 rupees എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാമെങ്കിൽ 550 നോക്കാം. ഓർ വൈഫൈ ഓൺ ബോർഡ് വേണമെങ്കിൽ ഒരു 1,000 rupees സെയിം മോഡലിൻ്റെ AC മോഡൽ കിട്ടും. കിങ്സ്റ്റൺ ഓർ ജേസ്കലിൻ്റെ ആണ് 2x8 GB 3200 MHz റാം, 1 TB ആണ് SSD, ക്രൂഷ്യൽ P3+ അല്ലെങ്കിൽ കിങ്സ്റ്റൻ്റെ NV3യുടെ നമ്മൾ ഒരു റിവ്യൂ വരുന്നുണ്ട്. ഈ വീഡിയോക്ക് മുമ്പ് എന്തായാലും വരത്തില്ല, ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും. അത്യാവശ്യം നല്ലൊരു SSD ആണ്. വാറണ്ടി മാത്രമേ ഉള്ളൂ 3 years. അത് കിങ്സ്റ്റൻ്റെ ഓൾമോസ്റ്റ് എല്ലാ SSDസിലും അത് തന്നെയാണ്. അതല്ലാതെ നോക്കുവാണെങ്കിൽ റീഡ് റൈറ്റ് സ്പീഡ്സും ഈ പ്രൈസ് പോയിന്റിൽ നല്ല SSD ആണ്. ഇതിനു മുമ്പ് വരെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തായിരുന്നു NV2ഉം NV1 SSD. ബിക്കോസ് ഇതിനു മുമ്പേ ഞാൻ കിങ്സ്റ്റൻ്റെ NV1 NV2 ഒന്നും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തതായിരുന്നു. ബിക്കോസ് പ്രൈസിങ് ആൻഡ് സ്പീഡ് കുറവായിരുന്നു. NV2 ഈവൻ ദോ Gen 4 SSD ആണെന്ന ലേബലിലാണ് വരുന്നതെങ്കിലും 3500 ആ റേഞ്ച് സ്പീഡ്സ് ഒക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് മേജർലി ഞാൻ റെക്കമെൻഡ് ചെയ്യാതെ. പക്ഷേ NV3 ആക്ച്വലി ബെറ്റർ ആണ്, ഫാർ ബെറ്റർ കമ്പയർ ടു NV2. ഈവൻ ദോ വാറണ്ടി 3 years ആണ്, ബട്ട് സ്പീഡ് നമുക്ക് 6000 Mbps വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാ റെക്കമെൻഡേഷനിലും ഈ 2 SSD ആണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് അത് കോൺഫിഗർ ചെയ്ത് ചേഞ്ച് ചെയ്യാം. ഗ്രാഫിക്സ് കാർഡ് Inno 3Dയിലാണ് 3060 12 GB വേരിയൻറ്റ് പറയുന്നത്. ഗ്രാഫിക്സ് കാർഡ്സിൻ്റെയും പ്രൈസസ് കുറച്ച് വേരിയേഷൻ ഉണ്ട്, 1000 rupees അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ട്. ബിക്കോസ് 50 സീരീസിൻ്റെ ആ ഒരു പുഷ് ചെയ്യാൻ വേണ്ടി അവർ 40 സീരീസും ഈവൻ 30 സീരീസിൻ്റെയും കുറച്ച് പ്രൈസസ് കൂട്ടി. 30 സീരീസിൽ ഇപ്പം പുതിയതിൽ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 3050ഉം 3060 മാത്രമാണ്. ബാക്കി ഗ്രാഫിക്സ് കാർഡ് എടുത്തിട്ട് എല്ലാം ഓൾറെഡി സ്റ്റോപ്ഡ് ആണ് മാർക്കറ്റിൽ. സെബ്രോണിക്സിൻ്റെ മാക്സിമസ് കേസ് ആണ് പറയുന്നത്. കേസും നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ബഡ്ജറ്റ് ബിൽസിൽ ഈ കേസാണ്. സോ അതുകൊണ്ടാണ് ഈ ക്യാബിനറ്റ് പറയുന്നത്. പവർ സപ്ലൈ MSI ഓർ ഡീപ് കൂളിൻ്റെ 650 wattsൻ്റെ നോക്കാം. സ്റ്റോക്ക് കൂളറാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ടോട്ടൽ അറൗണ്ട് 60,500 ആ റേഞ്ച് വരും. ഗ്രാഫിക്സ് കാർഡ്സിൻ്റെ പ്രൈസിംഗിലാണ് മേജർലി ഈ സ്പെക്കിൻ്റെ ഒരു പ്രൈസിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇതേ സെയിം സ്പെക്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ കോഴ്സ് ഉള്ള ഒരു CPU വേണം, കുറച്ചുകൂടി ഗ്രാഫിക്കൽ ഡിസൈനിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് പേർപ്പസിനൊരു സ്പെക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇതിനെ തന്നെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാം. പ്രോസസ്സർ നിങ്ങൾക്ക് Ryzen 7 5700 എടുക്കാം. സോ അതാകുമ്പം 8 കോഴ്സും 16 ത്രെഡ്സും കിട്ടും. സോ നിങ്ങൾക്ക് ഓവറോൾ 2 എക്സ്ട്രാ കോഴ്സും 4 എക്സ്ട്രാ ത്രെഡ്സും കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് പ്രൈസിങ്ങിലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 5600 വെച്ചാണെങ്കിൽ ഒരു 60,000 റേഞ്ച് ആയിരിക്കും. 5700 പോവുകയാണെങ്കിൽ വിത്ത് സ്റ്റോക്ക് കൂളർ ആണെങ്കിൽ 63,000 റേഞ്ചിൽ ബിൽഡ് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് സിമിലർലി ഇതേ പ്രൈസ് റേഞ്ചിൽ ഇന്റലിൻ്റെ ഒരു സ്പെക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്പെക്ക് നോക്കാം. ഇന്റലിൻ്റെ i5 ട്രസ്റ്റഡ് ആയിട്ടുള്ള 12400F മാത്രമേ ഉള്ളൂ ഈ ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാവുന്ന ബെസ്റ്റ് പ്രോസസ്സർ. സോ 12400F, MSIയുടെ B760 ബോംബർ Wi-Fi DDR5 ബോർഡ്, A-Dataയുടെ XPG അല്ലെങ്കിൽ ജേസ്കൽസിൻ്റെ ആയാലും 5600 MHz റാം, 16 GB SSD സെയിം ആണ്, GPU സെയിം ആണ്. നേരത്തെ പറഞ്ഞ ഓൾമോസ്റ്റ് സ്പെക്ക് ബാക്കി സെയിം ആയിരിക്കും വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 66 to 67,000 റേഞ്ച് ആയിരിക്കും വരുന്നത്. ഇതിൽ ഇൻ കേസ് ബഡ്ജറ്റ് നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ട്, വലിയ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് ഒന്നും നോക്കുന്നില്ലെങ്കിൽ ബോർഡ് നിങ്ങൾക്ക് 610 എടുക്കാം, H610. DDR5 എടുക്കുകയാണെങ്കിൽ അറൗണ്ട് 7,000 റേഞ്ചിൽ കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് മേ ബി ഒരു 4,000 rupees ഇതിൽ കുറയ്ക്കാൻ പറ്റും, ഫ്യൂച്ചർ അപ്ഗ്രേഡ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം. അല്ലെങ്കിൽ B760 ആണ് ബെസ്റ്റ് ചോയ്സ്. AMDയിൽ DDR5 നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിപ്പോൾ ഇന്റലിൻ്റെ DDR5 ആണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി
60 ഇപ്പം H610 എടുക്കുകയാണെങ്കിൽ മേ ബി 62 റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും. സോ 62 റേഞ്ചിൽ DDR5 AMDയിൽ നമുക്കിപ്പോൾ പോസിബിൾ അല്ല. AM5 സോക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി 70ക്ക് മേലെ പോകും AMDയിൽ DDR5 നോക്കുവാണെങ്കിൽ. സോ കുറച്ചുകൂടി ഹയർ സ്പെക്ക് 70,000 പോവുകയാണെങ്കിൽ Ryzen 5 7600 നല്ല പ്രോസസ്സറാണ്. MSIയുടെ B650M ഗെയിമിംഗ് വൈഫൈ മദർ ബോർഡ്. MSI ആയാലും ഗിഗാബൈറ്റിൻ്റെ ആയാലും സെയിം ഗെയിമിംഗ് എന്ന നെയിമിൽ 11,000 പ്രൈസ് റേഞ്ചിന് താഴെ വരുന്ന ബോർഡ്സ് രണ്ടും സിമിലർ ബോർഡ്സ് ആണ്. RAM G-Skillsന്റെ S5 16GB 6000 MHz. ബാക്കി സ്പെക്ക് എക്സെപ്റ്റ് GPU ബാക്കിയെല്ലാം സെയിം ആണ്. GPU ഇവിടെ ഞാൻ പറയുന്നത് AMDയുടെ RX 7600 GPU ആണ് 8GB. ഇത് കമ്പയർ ടു 3060 പ്രൈസ് കുറവാണ്. നിയർ പെർഫോമിംഗ് 3060 ചില സിനാരിയോസിൽ ബെറ്റർ ആണ്. ബട്ട് 3060 ഒരു 12GB VRAM ഒരു 4GB VRAM എക്സ്ട്രാ ഉള്ളത് കൊണ്ട് മേ ബി ചില ഗെയിംസിലും ചില സിനാരിയോസിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത് നിങ്ങളുടെ യൂസേജ് എങ്ങനെയാണോ അതനുസരിച്ച് കോൺഫിഗർ ചെയ്യാം. പ്യൂർലി ഗെയിമിംഗ് ആണ് നോക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് 7600 നോക്കാം. സോ ഈ സ്പെക്ക് നമുക്ക് അറൗണ്ട് 72 to 73,000 റേഞ്ച് ആയിരിക്കും വരുന്നത്. സോ അഗെയിൻ പ്രൈസിങ് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ എവിടെ നിന്നാണ് PC ബിൽഡ് ചെയ്യുന്നത്. എനിക്കിപ്പം ഏറ്റവും ബെസ്റ്റ് പറയാൻ പറ്റുന്നത് നമ്മുടെ റേറ്റ്സ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഫോളോ ചെയ്യുന്നത്. സോ അതായിരുന്നു 72-73,000 റേഞ്ചിൽ DDR5 AMDയിലെ ഒരു ബിൽഡ്. ആൻഡ് ഈ സെയിം സ്പെക്കിനെ വേണമെങ്കിൽ ചെറുതായിട്ട് ഓൾട്ടർ ചെയ്യാം. നിങ്ങൾക്ക് ഇൻ കേസ് NVIDIA GPU ആണ് വേണമെങ്കിൽ RTX 4060 ഇതിൽ ആഡ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഒരു 80,000 ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം കേപ്പബിൾ വിത്ത് NVIDIA GPU നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇത് ആക്ച്വലി ലാസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഐ തിങ്ക് അത് ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. സോ ഒരു APU ബിൽഡ് അത്യാവശ്യം ഫ്യൂച്ചർ പ്രൂഫ് റെഡി ആയിട്ടുള്ളത് നോക്കുന്നുണ്ടെങ്കിൽ Ryzen 7 8700G വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 54-55,000 റേഞ്ചിൽ ഒരു ബിൽഡ് ചെയ്യാൻ പറ്റും. Ryzen 7 8700G വിത്ത് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് Radeon 780M വരുന്നതാണ്. ആൻഡ് നിയർ പെർഫോമിംഗ് ഒരു 6050 GTX 6050യുടെ നിയർ പെർഫോമിംഗ് GPU ആണ്. ഇത് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ്. 16GB സെയിം റാം ആണ്. ബാക്കി സ്പെക്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. 650 വാട്ട്സിൻ്റെ PSU നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ 550 വാട്ട്സ് ആണ് ഞാനിവിടെ പ്രൈസ് ഇട്ടേക്കുന്നത്. റഫ്ലി 50,000 റേഞ്ചിൽ നിങ്ങളൊരു അത്യാവശ്യം കേപ്പബിൾ PC ഫ്യൂച്ചറിലൊരു 50 സീരീസ് GPU എന്തെങ്കിലും 5070 പോലത്തെ GPU ഇൻ കേസ് ഇടാൻ ലൈക്ക് ഈ പ്രൈസിങ് കാര്യങ്ങളൊന്നും മേ ബി എന്തെങ്കിലും സ്റ്റേബിൾ ആകുവാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു GPU അപ്ഗ്രേഡ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന നല്ലൊരു സ്പെക്കാണിത്. കുറച്ച് ഹയർ GPU എടുക്കുന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. 750 വാട്ട്സോ ഒരു 850 പോകാം നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ അനുസരിച്ച്. ഇതിലെല്ലാം ഞാൻ ജസ്റ്റ് ഓരോ പ്രൈസ് റേഞ്ചിൽ അതായത് 60, 70, 80, 90 ഇങ്ങനെ ഓരോ പ്രൈസ് റേഞ്ചിൽ ജസ്റ്റ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും GPU വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം 4060ക്ക് പകരം ഒരു 2,000 to 3,000 റുപ്പീസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ 3060 യൂസ് ചെയ്യാം. ഓർ 6600 ആണെങ്കിലും യൂസ് ചെയ്യാം അത്യാവശ്യം. സോ ഗ്രാഫിക്സ് കാർഡ്സും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, നിങ്ങളുടെ സ്പെസിഫിക് ബഡ്ജറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഫിഗർ ബേസിസിൽ സ്പെക്ക് പറയുന്നതേ ഉള്ളൂ. ഇതിൽ 80ക്ക് മേലെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 7600X നോക്കാം. X എടുക്കുവാണെങ്കിൽ സെപ്പറേറ്റ് കൂളർ വെക്കേണ്ടി വരും. അതിൻ്റെ കൂടെ കൂളർ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മേ ബി ഒരു 85,000 റേഞ്ച് പോകുമായിരിക്കും വിത്ത് 4060 7600Xും സെപ്പറേറ്റ് കൂളർ. ആൻഡ് സിമിലർലി 90,000 റേഞ്ചിൽ അത്യാവശ്യം ഗെയിമിങ്ങിന് വേണ്ടി കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഐ മീൻ ഇൻറ്റലിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റ് ബഡ്ജറ്റാണ്. ലൈക്ക് പുതിയ ലേറ്റസ്റ്റ് അൾട്രാ സീരീസ് എടുക്കാൻ ബഡ്ജറ്റ് ഒന്നും ഇല്ല. കുറച്ചുകൂടി കേപ്പബിൾ നല്ലൊരു സ്പെക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്പെക്ക് നോക്കാം. ഇൻറ്റലിൻ്റെ i5 12600K ആണ് ഞാൻ പ്രോസസ്സർ പറയുന്നത്. ഈ പ്രോസസ്സറും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറായിരുന്നു. ഇറങ്ങിയ ടൈമിൽ ഒരു 25 ആ റേഞ്ച് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഇത് നമുക്ക് 16 to 17,000 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. സോ ഈ പ്രൈസ് പോയിന്റിൽ ദിസ് പ്രോസസ്സർ ഈസ് വെരി ഡീസൻറ്റ്. ഇതിൽ മദർ ബോർഡിന് 2 ചോയ്സ് ഉണ്ട്. അഗെയിൻ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പറയുന്നത് B760 ആണ്. ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ Z790 എടുക്കാം. പക്ഷേ Z790 ഓൾറെഡി ലൈക്ക് കൈൻഡ് ഓഫ് എ ഡെഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഞാൻ B760 ആണ് പറയുന്നത്. B760 ആണ് പറയുന്നത്. ലൈക്ക് 12600K വലിയ മേജർ ഓവർ ക്ലോക്കിംഗ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഹെവിലി ഓവർ ക്ലോക്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ Z സീരീസ് നോക്കാം. അല്ലെങ്കിൽ B760യും ഡീസൻ്റ് ആണ്. GPU RTX 4060 Ti ആണ് ഞാൻ പറയുന്നത്. 4060 Ti കമ്പാരിറ്റീവ്ലി 4060യേക്കാളും കുറച്ച് ബെറ്റർ ആണ്. ആൻഡ് ഓവറോൾ ഒരു കുറച്ചും കൂടി ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസിന് അത്യാവശ്യം നല്ലൊരു CPU ആണ്. സോ അതുകൊണ്ട് തന്നെ 4060 Tiയിലോട്ട് പോകാം. ഇതിൽ ഇൻ കേസ് ബഡ്ജറ്റ് കുറയ്ക്കണേ 4060 തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ VRAM കുറച്ചുകൂടി ഉള്ളത് വേണമെങ്കിൽ RX 7700XT വേണമെങ്കിലും നോക്കാം. സോ ഇതെല്ലാം GPU ചോയ്സസ് ആണ്. നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ നോക്കാം. ക്യാബിനറ്റിൽ ഇവിടെ ചെറിയ ചേഞ്ച് ഉണ്ട്. ആൻറ്റി സ്പോർട്സിൻ്റെ ക്രിസ്റ്റൽ X7 എന്ന ക്യാബിനറ്റ് ആണ് ഞാൻ പറയുന്നത്. 7 ARGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നൊരു ലേറ്റസ്റ്റ് നല്ലൊരു ക്യാബിനറ്റ് ആണ്. കൂളറിന് ആക്ച്വലി 2-3 ഓപ്ഷൻസ് ഉണ്ട്. എയർ കൂളർ ആണ് നോക്കുന്നെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡ്യുവൽ ഫാൻ വരുന്ന മോഡൽസ് ആയിരിക്കും. AG620 അല്ലെങ്കിൽ
കൂളർ മാസ്റ്ററിൻ്റെ 620S എന്ന മോഡൽ അറൗണ്ട് 3500 റേഞ്ചിന് താഴെ വരുന്നതാണ്. അതല്ല നിങ്ങൾ ലിക്വിഡ് കൂളർ നോക്കുന്നെങ്കിൽ 240mm ഓർ 360mm നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ. ടോട്ടൽ ഒരു 92,000 പ്രൈസ് റേഞ്ച് ആണ് വരുന്നത് ഈ സ്പെക്കിൻ്റെ. ഇത് സ്പെസിഫിക്കലി ഞാൻ ഇന്റൽ ബിൽഡ് നോക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനി ഫൈനലി ഒരു നിയർ 1 lakh റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ്ഡ് പെർഫോമൻസ് ഒരു ബിൽഡാണ്. ഇതിൽ GPU ഓപ്ഷൻസ് 2 ഉണ്ട്. പക്ഷേ അതിൽ NVIDIAയുടെ ആണെങ്കിൽ കുറച്ച് പ്രൈസിങ് കൂട്ടിയിട്ടുണ്ട്. ഒരു 1,02,000 ആ പ്രൈസ് റേഞ്ച് വെക്കാൻ വേണ്ടി ഞാൻ ഈ ബിൽഡിൽ AMD ആണ് സജസ്റ്റ് ചെയ്യുന്നത്. MSI B650M ഗെയിമിംഗ് വൈഫൈ ആണ്. ഇൻ കേസ് നിങ്ങൾ 32GB റാം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ബോർഡ് വേണമെങ്കിൽ ഗിഗാബൈറ്റിൻ്റെ B650M D3HP നോക്കാം. കിങ്സ്റ്റൺ NV3 ഓർ ക്രൂഷ്യൽ P3+ 1TB ആണ് സ്റ്റോറേജ്. നേരത്തെ പറഞ്ഞ അതേ ക്യാബിനറ്റ് ആണ്. ആൻറ്റി സ്പോർട്സിൻ്റെ ക്രിസ്റ്റൽ X7 പവർ സപ്ലൈ 750 വാട്ട്സിൻ്റെ ആണ്. കൂളറും AG400 ആണ് പറയുന്നത്. ഇത് നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ ചേഞ്ച് ചെയ്യാം. എയർ കൂളർ ഓർ ലിക്വിഡ് കൂളർ വാട്ട് എവർ യു വാണ്ട്. ആൻഡ് ഗ്രാഫിക്സ് കാർഡ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് AMDയുടെ RX 7800 XT 16GB VRAM വരുന്ന മോഡലാണ്. ഈ പ്രൈസ് റേഞ്ചിൽ റിയലി നല്ലൊരു വേർതി ഗ്രാഫിക്സ് കാർഡാണ്. അറൗണ്ട് 46,000 ആ റേഞ്ച് കിട്ടും. 4070 നോക്കുവാണെങ്കിൽ ഇപ്പം പ്രൈസ് കൂടിയിട്ടുണ്ട്. 53-55 ഇടയ്ക്കാണ് 4070 വരുന്നത്. 4070 സൂപ്പറിൻ്റെയും പ്രൈസ് കൂട്ടി 58-60 റേഞ്ച് ആണ്. ആൻഡ് അവൈലബിലിറ്റിയും കുറച്ചിട്ടുണ്ട്. ഓൾറെഡി 50 സീരീസ് ആണ് ഇപ്പോൾ പ്രൊഡക്ഷൻ കൂടുതൽ വരുന്നത്. 40 സീരീസിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ട്. സോ വിത്ത് ദാറ്റ് നമുക്കൊരു 1,02,000 റേഞ്ചിൽ ഈ ബിൽഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ 1440p ഗെയിമിങ്ങിന് വേണ്ടി ബെസ്റ്റ് ആയിരിക്കും. 16GB VRAM വരുന്നുണ്ട് വിച്ച് ഈസ് വെരി മച്ച് സഫീഷ്യൻറ്റ്. ആൻഡ് ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഗെയിമിംഗ് പെർഫോമൻസ് ബെസ്റ്റ് ആയിരിക്കും. ഇതിൽ ആകെ ഒരു സജഷൻ ഞാൻ പറയുന്നത്, ഇത് ഞാൻ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇതിൽ റാം വേണമെങ്കിൽ 32GB ആക്കാം. അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതാണ് ഓവറോൾ 60,000 തൊട്ട് ഒരു 1 lakh റേഞ്ചിലെ PC ബിൽഡ് റെക്കമെൻഡേഷൻസ് YBB ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2025. എന്തായാലും ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് മന്ത് നമുക്ക് കുറച്ചും കൂടി ഹയർ ബിൽഡ്സ് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽഡ്സ് ടെക് കൺസൾട്ടേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഇവിടെ ഉണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കെല്ലാം സെറ്റ് ആക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.